ലോകരാജ്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പല രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു പാർട്ടിയുള്ള ചൈന, നോർത്ത് കൊറിയ, വിയറ്റ്നാം, ക്യൂബ, 2 പാർട്ടികൾ പ്രവർത്തിക്കുന്ന US, UK, പല പാർട്ടികളുള്ള ഇന്ത്യ, ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ. നമ്മുടെ നാടിനെക്കുറിച്ച് പൊതുവെ തമാശയുടെ മേമ്പൊടിയിൽ ഇങ്ങനെ പറയാറുണ്ട്: രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം ജനസംഖ്യയുടെ എണ്ണത്തോളം വരുമെന്നാണ് തമാശ രൂപത്തിൽ പറയുന്നത്. ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ അഹോരാത്രം ജനക്ഷേമത്തിനു വേണ്ടി പണിയെടുത്തിട്ടും നമ്മുടെ രാജ്യത്തിന് ചില വിശേഷണങ്ങൾ ലോകത്തിന് മുന്നിൽ കിട്ടിയിട്ടുണ്ട്. അതേതാണ്ട് ഇങ്ങനെയാണ്. വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, ലോക വിശപ്പ് സൂചികയിൽ നമ്മുടെ നാടിന്റെ സ്ഥാനം 102 ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ജീവിക്കുന്നത് ഈ മഹാരാജ്യത്താണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചേരിയിൽ ജീവിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലാണ്. മാറ്റമുണ്ടാവാത്തത് മാറ്റം എന്ന വാക്കിന് മാത്രമാണെന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം മാറും, മാറ്റപ്പെടും. നമ്മുടെ നാടിന്റെ ഈ ദുരവസ്ഥകളും ഇന്നല്ലെങ്കിൽ നാളെ മാറും. ഒരൽപ്പം കേരള വിശേഷം. നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. നമ്മുടെ മുഖ്യന് ഊണിലും ഉറക്കത്തിലും ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളത്രേ: നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ലോകത്തിലെ ഒരു വികസിത രാജ്യത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തണമത്രേ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രതീതി മറ്റൊന്നാണ്. കടക്കൂ പുറത്ത്, ഡാഷ് മോനെ, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇത്തരം വില കുറഞ്ഞ വിചാരങ്ങൾ വിളമ്പുന്നതിനാണ് നമ്മുടെ ഇവിടുത്തെ ചീഞ്ഞ മത്തി പുതിയാൻ കാലിബറില്ലാത്ത പത്രമാധ്യമങ്ങളും നേരോടെ, നിർഭയം, നിരന്തരം എന്ന ടാഗ് ലൈനിൽ ആനനുണകൾ വിളമ്പുന്ന സാറ്റലൈറ്റ് ചാനലുകളും പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ആര് കേൾക്കാൻ, ശ്രദ്ധിക്കാൻ? കേരളം മുന്നേറുകയാണ്. കേരളം വാനോളം വളരുകയാണ്. നിർത്തുന്ന പ്രൊസസ്സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന റിക്വസ്റ്റോടെ.